മറുനാടൻ മലയാളിയുടെ ഓണറും അതുപോലെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള മറുനാടൻ ഷാജൻ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ FB പോസ്റ്റാണ്. ആ പോസ്റ്റിൽ അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെതിരെയും അതുപോലെ അതിൽ മന്ത്രിയാകാതിരുന്നതിൻ്റെ ചില കാരണങ്ങളുമൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് വളരെ അപകടകരമായിട്ടുള്ളൊരു പോസ്റ്റാണ്. ഷാജൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണോ ഇട്ടതെന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. അതിലുള്ള ആ പോസ്റ്റ് ഞാനൊന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് വായിക്കാം. അതിൻ്റെ താഴെ ഡോക്ടർ TP സെൻകുമാർ, അതായത് മുൻ DGP ആയിട്ടുള്ള അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു മറുപടി കൂടിയുണ്ട്. ഇത് രണ്ടുമാണ് എനിക്കിന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം ഷാജൻ പറയുന്നത് ഇതാണ്: മാത്യു കുഴൽനാടനും വിൻസെൻറ്റും ക്രിസ്ത്യാനികളായതിനാൽ മന്ത്രിയായില്ല എന്നുള്ളതാണ്. ഷാജി, ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ? ഈ വർഗീയ നിലപാടുകൾ പറയുന്നത് എന്തിനാണ്? മാത്യു കുഴൽനാടനും വിൻസെൻറ്റും ക്രിസ്ത്യാനികളായതിനാൽ മന്ത്രിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ അവരെ കൂടി മന്ത്രിയാക്കി ഈ പറയുന്ന മന്ത്രിസഭയിൽ മുഴുവൻ ക്രിസ്ത്യാനികളെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഷാജനടക്കം അടുത്ത വീഡിയോ ചെയ്യും. കാരണം ഈഴവർക്കും മറ്റുള്ള ആളുകൾക്കൊന്നും പ്രാതിനിധ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യുകയില്ലേ? കാരണം ഒരു UDF മന്ത്രിസഭ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രാതിനിധ്യം കൃത്യമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ പ്രാതിനിധ്യം കൊടുക്കാൻ യഥാർത്ഥത്തിൽ VD സതീശനൊക്കെ വളരെയധികം പരമാവധി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്, കോൺഗ്രസും പരിശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടം അവർക്കറിയാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടനെയും ഇപ്പോൾ യാക്കോബായ സെഗ്മെൻറ്റിലുള്ള മാത്യു കുഴൽനാടനെ ഒന്നും എന്ത് ചെയ്തില്ല, എടുത്തില്ല. അതുപോലെ വിൻസെൻറ്റും എടുത്തില്ല. അതിന് ഉടനെ തന്നെ മാത്യു കുഴൽനാടനെയും വിൻസെൻറ്റും ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം എടുത്തില്ലെന്നൊക്കെ എങ്ങനെയാണ് ഷാജ പറയുക? 10 മന്ത്രിമാർ, ഏതാണ്ട് 9-10 മന്ത്രിമാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഇവിടെ നായർ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളുണ്ടായി. പക്ഷേ ആ മന്ത്രിസഭയ്ക്കൊരു ഗുണമുണ്ട്. അവർ മതവിശ്വാസികളല്ല, ജാതി വിശ്വാസികളല്ല, ദൈവവിശ്വാസികളല്ല എന്നുള്ളതുകൊണ്ട് അവരാരെയും ജാതിയുമായിട്ടോ മതപരമായിട്ടോ കാണാൻ കഴിയില്ല. പക്ഷേ ഈ പോസ്റ്റിൻ്റെ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അപകടം എന്താണ് എന്നുള്ളത് ഞാൻ കൃത്യമായും പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം, അതായത് ക്രിസ്ത്യാനികൾക്കൊന്നും കുഴപ്പമുണ്ടായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ നമുക്കറിയാം വലിയ നേട്ടം ക്രിസ്ത്യൻ സമുദായത്തിനും വലിയ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനതിലേക്ക് വരാം. അൻവർ സാദത്തും ഷാനിമോൾ ഉസ്മാനും മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്രിസ്ത്യൻസിന് എന്താണ്, അവർ ഞങ്ങളുടെ കുറേ നേതാക്കന്മാർ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവരുടെ മന്ത്രിയായില്ല എന്ന് പറയുന്ന ഒരു അമർഷ അവരുടെ ഇടയ്ക്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയ്ക്ക് അൻവർ സാദത്തും ഷാനിമോൾ ഉസ്മാനും മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല. അതായത് മതപരമായിട്ടുള്ളൊരു വിഭജനം ഷാജൻ ലക്ഷ്യമിടുന്നു എന്നാണ്. ഇനി അടുത്തത് VT ബൽറാം സവർണ ഹിന്ദു ആയതുകൊണ്ട് മന്ത്രിയായില്ല. സവർണ ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണോ മന്ത്രിയായിരുന്നത്? ആകെ 11 മന്ത്രിസ്ഥാനമേ ഉള്ളൂ. നാളെ 63 പേരും സവർണ ഹിന്ദുക്കളാണെങ്കിൽ 63 പേരെ നേരെ എന്ത് ചെയ്യാൻ പറ്റും? മന്ത്രിയാക്കാൻ പറ്റും. ഷാജ, എന്തൊരു അസംബന്ധമാണ് ഈ ചോദിക്കുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ കാര്യം. ഇതൊക്കെ മന്ത്രി ആയില്ല എന്നുള്ള പറയുകയാണ്. അടുത്തത് OJ ജനീഷ് ഈഴവനായതുകൊണ്ട് മാത്രം മന്ത്രിയായി. എൻ്റെ പൊന്നു ഷാജ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഷാജിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, എന്താ ജയന്ത് മന്ത്രിയാവാതിരുന്നത്? ജയന്ത് ഈഴവനായിരുന്നില്ലേ? കാലിക്കറ്റിൽ നിന്ന് വളരെ പ്രഗത്ഭനായിട്ടുള്ള മിടുക്കുള്ള ജയന്തിനെ വേണമെങ്കിൽ മന്ത്രിയാക്കാമായിരുന്നു. എന്തുകൊണ്ടാക്കിയില്ല? അപ്പോൾ അവർക്ക് പല പരിഗണനകളുണ്ടാവും. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ്, ഒരു ചെറുപ്പക്കാരൻ മന്ത്രിയാവട്ടെ എന്നുള്ളത് ഒന്നാമത്തെ വിചാരിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ ഈഴവനാണെന്നുള്ള പരിഗണന ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തത് ഈ തൃശ്ശൂർ ജില്ലക്ക് ഒരു പരിഗണന കൊടുക്കണം, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏതെങ്കിലും മന്ത്രി ഉണ്ടാകണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരം പരിഗണനകളെല്ലാം വെച്ചുകൊണ്ടല്ലേ OJ ജനീഷ് ആക്കിക്കണം. അല്ലാതെ ഈഴവൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽ ജനിച്ചു, അങ്ങനെയാണെങ്കിൽ 8 പേരുണ്ടായിരുന്നു ഈഴവ സമുദായത്തിൽ നിന്ന് ജയിച്ചു വന്നവർ, അവരാരെയും മന്ത്രിയാക്കായിരുന്നു. എന്താണ് നിങ്ങൾ എന്ത് പോസ്റ്റാണ് ഇട്ടേക്കണത് ഷാജി? ഇനി അടുത്തത് ഇവരുടെയൊക്കെ ജാതി മതം മറ്റൊന്നായിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചാവുമായിരുന്നു. അതെങ്കിലും ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം ജാതി മതമൊക്കെ പരിഗണിക്കാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതൊരു കൃത്യമായിട്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, ഇനി അടുത്ത ഷാജൻ പറഞ്ഞേക്കണം, മതേതര പരിഷ്കൃത സമൂഹം എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ടെന്നാണ്. ഈ പോസ്റ്റ് ആരൊക്കെയാണ് ഗുണം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ആളുകൾക്കേ ഉള്ളൂ. അത് ഈ പറഞ്ഞ ഒരു എക്സ്ട്രീം മുസ്ലിം ഫണ്ടമെൻ്റലിസം വളർത്താൻ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും SDPI പോലെയുള്ള സംഘടനകൾക്ക് ഇത് ഗുണം ചെയ്യും. അതിനേക്കാൾ വലിയ ഗുണം ചെയ്യും ഷാജൻ അറിയാം. കാരണം ഈ പറയുന്ന പോലെ ഒരു തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഹിന്ദു സംഘടനകളായിട്ടുള്ള BJPക്കും അതുപോലെ സംഘപരിവാറിനും ഗുണം ചെയ്യും. മൂന്നാമത്തേത് ഷാജൻ അറിയാം, ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം ഇവർക്കൊന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ കാസയിലെ തീവ്ര നിലപാടുകാർക്കൊക്കെ ഇത് ഗുണം ചെയ്യും. അല്ലാതെ വേറെ ആർക്ക് ഗുണം ചെയ്യും ഷാജി ഇത്? പിന്നെ ഷാജൻ പറഞ്ഞേക്കണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇത് ഭയങ്കര അനീതിയാണ് എന്നുള്ള നിലക്കാണ് ഷാജൻ പറഞ്ഞേക്കുന്നത്. സത്യം എന്താണ്? സത്യം TP സെൻകുമാർ പറഞ്ഞിട്ടുണ്ട്. ഷാജ, TP സെൻകുമാർ പറഞ്ഞേക്കണ എന്താണ്? അദ്ദേഹം DGP ആയിരുന്നു. അതെ, 25% ഈഴവരും 25% ഈഴവരും മറ്റു OBCകൾക്കും 3 മന്ത്രിയും. ഈഴവർക്ക്, അതായത് 25% OBCക്കാർക്ക് ഈഴവർക്ക് യഥാർത്ഥത്തിൽ 3 മന്ത്രിയെ കിട്ടിയിട്ടുള്ളൂ.
ഒന്ന് ജനീഷും അതുപോലെ ഞാൻ ഒരു തവണ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി തുളസി എന്നുള്ളത്. ഒന്ന് ജനീഷും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു മന്ത്രിയും കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എം ലിജുവിനെ കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. എം ലിജുവിന് എക്സൈസ് അടക്കമുള്ള വകുപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 പേർക്കും വലിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ പോലുമല്ല. അപ്പോൾ 25-26% ഈഴവർക്ക് 3 മന്ത്രി, ഈഴവർക്കും OBCക്കും കൂടി, OBC എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയാൽ 32% വരും. ആ 32% വരുന്നവർക്കുള്ള റെപ്രസെൻറ്റേഷൻ ഇതാണ്. ഇനി അടുത്തത് TP സെൻകുമാർ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. 18% മാത്രമുള്ള, യഥാർത്ഥത്തിൽ TP സെൻകുമാറിന് വരെ തെറ്റുപറ്റിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2011 സെൻസസ് പ്രകാരമാണ് 18 എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു 16-17% മാക്സിമം വരുള്ളൂ. ആ 16-17% ക്രിസ്ത്യൻസിന് 6 മന്ത്രിയും അതുപോലെ നല്ല ബാലൻസിങ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കൂട്ടേക്കണം. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണം ആർക്കാണ്? ഇതുകൊണ്ടുള്ള ഗുണം ഇപ്പോൾ ഈ TP സെൻകുമാറിൻ്റെ ഷാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നാമത്തെ കുത്തിത്തിരിപ്പാട്, രണ്ടാമത്തത് അതിനൊപ്പം തന്നെ TP സെൻകുമാർ അടക്കമുള്ള ആളുകൾ ഇതൊന്നുകൂടി ഓർപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു തീവ്ര നിലപാടുകാരൻ കേരളത്തിലെ UDF MLA-മാരിൽ ഹിന്ദുക്കൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം നേരത്തെ അഴിച്ചുവിട്ടു. അതിൻ്റെ 2ാം ഘട്ടമാണിത്. എന്ന് പറഞ്ഞാൽ അടുത്തവണ BJPക്ക് കുറെ കൂടി സീറ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയും പരിപാടിയുമാണ് ഇതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ തന്നെ ഷാജൻ പറയുന്നതിൽ മറ്റൊരു കുഴപ്പവും കൂടി, ഇപ്പോൾ സെൻകുമാർ പറയുന്നതിലും കുഴപ്പമുണ്ട്. ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രമാണോ സണ്ണി ജോസഫിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്? ആണോ? അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റാണ്. രമേശ് ചെന്നിത്തല നായരായതുകൊണ്ട് മാത്രമാണ് ആ പോസ്റ്റിലേക്ക് എത്തുക? അല്ല, KPCCയുടെ മുൻ പ്രസിഡൻ്റാണ്, കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളാണ്. ഇനി അടുത്തത് നമുക്കറിയാലോ, ഇപ്പോൾ M ലിജു കഴിവുറ്റ ഒരാളാണ്. ഈഴവനായതുകൊണ്ട് കൊടുക്കേണ്ടതല്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ്. ഇനി അത് പോട്ടെ, ഈഴവനായതുകൊണ്ടായിരിക്കും പരിഗണിച്ചതെന്ന് നമുക്ക് വിചാരിക്കാം. അതെല്ലാം പോട്ടെ. കെ മുരളീധരൻ്റെ കാര്യത്തിൽ എന്താണ്? കെ മുരളീധരൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കെ മുരളീധരൻ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളാണ്. അവർക്ക് തീർച്ചയായിട്ടും ഈ സാധ്യതകളിലുണ്ട്. അവരെ മതത്തിൻ്റെ പേരിൽ മാത്രമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതിലൊക്കെ ഷാജൻ പറയുമ്പോൾ, ഷാജൻ ഈ പണി ചെയ്യുമ്പോൾ, ഷാജൻ ഇതിനു മുമ്പ് ചില തമ്പുകളിട്ടുണ്ട്. ആ തമ്പുകളിൽ ഷാജൻ പറഞ്ഞേക്കണത് നായർക്ക് കോളടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനും BJPക്കും ഒക്കെ ഈ പറയുന്ന പോലെ ഹിന്ദു ഈഴവ വോട്ടുകൾ, OBC വോട്ടുകൾ ചോർത്താനുള്ള വലിയൊരു വാളായി കൃത്യമായിട്ട് കിട്ടുകയാണെന്നുള്ളതാണ് ചുരുക്കം. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഷാജൻ, അതിൻ്റെ ഇടയ്ക്ക് ഷാജൻ OJ ജനേഷ് കൊടുത്തത് ഈഴവനായതുകൊണ്ട് മാത്രമാണ്. വേറൊരു മിടുക്കൂല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ പരിഗണനയില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന തൃശ്ശൂരിന് ജില്ലക്കൊരു മന്ത്രിയെ കൊടുക്കണം, ആ പരിഗണനയൊന്നുമില്ലേ? ഈഴവൻ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയന്തിന് കൊടുക്കാമായിരുന്നല്ലോ. എന്താണ് ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കൊക്കെ കേരളത്തിൽ മറുപടി നൽകാൻ ആളില്ലാതിരിക്കുകയും ഇതൊക്കെ തന്നെ വിശ്വസിക്കുന്ന ആളുകളുടെ നമ്പർ കേരളത്തിൽ കൂടി വരികയും ചെയ്താൽ കേരളം മാനസികമായി ഇപ്പം തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മതപരവും ജാതിയുമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ മാത്രമായിരിക്കും. ആ കൺസോൾട്ടേഷനിടയിൽ പിടിച്ചു നിൽക്കാൻ CPM അതുപോലെ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ ബുദ്ധിമുട്ടും. CPM തൽക്കാലം ബുദ്ധിമുട്ടും, കോൺഗ്രസിന് പിന്നെ ഒരു മുന്നണി ഉള്ളതുകൊണ്ടും ആ മുന്നണിയുടെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടും അവർ പിടിച്ചു നിൽക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ BJPയും സംഘപരിവാറും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ മാത്രമായി മാറുന്ന ഒരു കാലം വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ പണിയെടുക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാതെ വയ്യ. എന്ത് നഷ്ടമുണ്ടായാലും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. വീഡിയോ കഴിഞ്ഞു, അതിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ മറ്റൊരു ചാനൽ കൂടി ഓണായിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ പുതിയ എപ്പിസോഡ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധങ്ങൾക്കും അപ്പുറം എന്നുള്ളതാണ്. നിങ്ങളിതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത നിരവധി കാര്യങ്ങളാണ് ആദ്യത്തെ എപ്പിസോഡിലുള്ളത്. 2021 ഒരു കരുതൽ മുഖ്യനും ഒരു ക്യാപ്റ്റനുമൊക്കെ ആയിരുന്ന പിണറായി വിജയൻ്റെ ഇമേജ് എങ്ങനെയാണ് ഇവർ ഘട്ടം ഘട്ടമായി ഇടിച്ചതെന്നും അതിനാരൊക്കെ കൂട്ടുന്നുവെന്നും ഏതൊക്കെ മാധ്യമ രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉണ്ടായി എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കൃത്യമായിട്ട് ആ പോഡ്കാസ്റ്റിലുള്ളത്. അത് 1 മണിക്കൂർ 42 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെയുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ അത് വലിയ ചിലവേറിയൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് തരാൻ കഴിയുന്നവർക്ക് ഈ ചാനലിൽ തന്നെ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്ന് പറഞ്ഞ് വിവിധ തരത്തിലുള്ള മെമ്പർഷിപ്പുകളുണ്ട്. ആ മെമ്പർഷിപ്പുകൾ എടുത്തതുകൊണ്ടിട്ട് നിങ്ങൾക്ക്
ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്കുള്ള ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ മെമ്പർഷിപ്പുകൾ എടുത്താൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. കൂടാതെ ആ മെമ്പർഷിപ്പുകൾക്കും അപ്പുറത്തേക്ക് വലിയ സഹായം ചെയ്യാൻ കഴിവുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ തന്നെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറും വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയിക്കട്ടെ. ഇതിനെല്ലാറ്റിനും ഉപരി നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ടത് നമ്മുടെ വീഡിയോകൾ കാണുകയും അത് മുഴുവനായി കാണുകയും അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നിരവധി പേർ ഇതിനകം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്നലെ രാത്രിയാണ്, വൈകുന്നേരം 6 മണിക്കാണ് ഒരു മുൻപ് തന്നെ സമയമൊന്നും പറയാതെ തന്നെ നമ്മൾ ആ പോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് തന്നെ ഇപ്പോൾ നിരവധി പേർ കാണുകയും താഴെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയ സന്തോഷം. അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ കൂടി തീർച്ചയായും നിങ്ങൾ തുടരണം.